ബിഗ് ബോസ് സീസൺ 7 അതിൻ്റെ പുതിയ പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ട്. വമ്പൻ അടിയാണ് നടക്കുന്നത്. ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം കാണുന്ന ആദ്യത്തെ വലിയ അടിയായിട്ടാണ് ഇത് തോന്നുന്നത്. ആദ്യം തുടക്കം തന്നെ വമ്പൻ അടികളായിരുന്നു തുടങ്ങിയത്. പക്ഷേ ആദ്യ ദിനം തന്നെ ഒരു വമ്പൻ അടി എല്ലാവരും കൂടെ ഇതിനകത്ത് ഭാഗമൊക്കെ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. നമ്മുടെ രേണുസുധിയും അഭിലാഷും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അഭിലാഷും രേണുസുധിനിക്ക് തലവേദനയാണെന്നും കള്ളം പറഞ്ഞെന്നും അങ്ങനെയൊക്കെയാണ് ഈ പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത്. അതിൻ്റെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുന്നില്ല. രേണുസുധിയും അഭിലാഷും തമ്മിൽ വളരെ നന്നായി ഏറ്റുമുട്ടുന്നുണ്ട്. വമ്പൻ അടി തന്നെയാണ്. നമുക്ക് ലൈവിൽ അത് വന്നിട്ടില്ല, പ്രൊമോയ്ക്കകത്ത് കാണാൻ പറ്റുന്നത്. ഇനിയും ലൈവിൽ ഇത് എപ്പോൾ എത്തും എന്ന് അറിയില്ല. അനീഷ് രേണുസുധിയുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പാനി ശരത്തും എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അത് അഭിലാഷിൻ്റെ അനുകൂലമായിട്ടാണ് അപ്പാനി ശരത്തുമൊക്കെ നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പം രേണുസുധി കരയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ബിഗ് ബോസ് തുടങ്ങി ആദ്യ ദിനം തന്നെ ഒരു വമ്പൻ അടിയാണ് പൊട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലൊന്നും ഇത്രമേൽ അടി ഒന്നും തുടക്കത്തിൽ നമ്മൾ കണ്ടില്ല. പക്ഷേ ഇത് ഞാനിപ്പം വീഡിയോ ഇടുന്നത് തന്നെ പൊരിഞ്ഞ അടി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് ഇടുന്നതെന്ന് തോന്നുന്നു. മിക്കവാറും ഇതെല്ലാ മത്സരാർത്ഥികളും കട്ടയ്ക്ക് നിൽക്കുന്ന മത്സരാർത്ഥികളാണ്. കാരണം കഴിഞ്ഞ സീസണെല്ലാം കണ്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി ആരെങ്കിലും ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടൻറ്റായിട്ട് മാറ്റാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എല്ലാവരും എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്നതായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇനിയും നാളെയൊക്കെ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഇന്നൊരു വമ്പനടി നടക്കുന്നുണ്ട്. അത് ഏതായാലും ലൈവിൽ വന്നതിന് ശേഷം അതിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും ഞാനെത്താം. ഏതായാലും രേണുസുധിയും കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. രേണുസുധി നമുക്കറിയാം, ഏതായാലും കണ്ടൻറ്റിന് വേണ്ടി രേണുസുധിയും ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അനീഷും അഭിലാഷും എല്ലാം ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ബാക്കി കാണാം.